അതെ, ഇന്ന് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ കേട്ടോ. ഇന്ന് എന്താ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളൊന്നുമില്ല, ഒന്നോ രണ്ടോ കറികളായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി. അപ്പോൾ രാവിലെ ഡ്യൂട്ടി എടുത്ത കുട്ടികൾ രണ്ടുപേര് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് അവർ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുഡ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും വീട്ടിലായിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ അവർക്കും കൂടെ കൈ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പൊതിച്ചോറായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഒരു ക്യാബേജ് തോരനും മുട്ട മീൻകറി പോലെ വയ്ക്കാനും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്യാബേജൊക്കെ അരിഞ്ഞ് സബോളയൊക്കെ അരിഞ്ഞ് വന്ന് പച്ചമുളക് നോക്കിയപ്പോൾ പച്ചമുളക് കഴിഞ്ഞിരിക്കുക. അപ്പം പിന്നെ ഞാനത് ഉപ്പേരി വഴറ്റുന്ന പോലെ ഉപ്പേരി കാച്ചുന്ന പോലെ കാച്ചി സബോളയൊക്കെ വഴറ്റി മുളകും പൊടി മൂപ്പിച്ച് അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ക്യാബേജും കൂടിയിട്ട് മൂടി വെച്ചു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു വിരുന്നുകാർ വന്നു വീട്ടിൽ. അപ്പോൾ എൻ്റെ സമയം കുറേ അങ്ങനെ പോയി. എൻ്റെ മാമനും മോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടെ അമ്മ വയ്യാതിരിക്കണ കാരണം അമ്മേനെ കണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവർ വന്നു, അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു, കുറച്ച് സമയമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് എൻ്റെ സമയം അങ്ങനെ കുറച്ചൊക്കെ പോയി. എന്താ വെച്ചാൽ നമ്മളൊരു കണക്ക് കൂട്ടലിലാണല്ലോ, എനിക്ക് ജോലിക്ക് പോകുമ്പോൾ 12 മണിക്ക് ഡ്യൂട്ടി കാരണം അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ തീർക്കണം അങ്ങനെയുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ആ പ്ലാനിങ് ഒക്കെ നടന്നില്ല. അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാട്ടോ ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇതിൻ്റെ ഇടയിൽ മുട്ടക്കറിക്കുള്ളതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചു. അപ്പോൾ പിന്നെ അത് വേഗം കാച്ചാൻ നോക്കി. ധൃതിയിലായപ്പോൾ കുറച്ച് കറി കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അതൊക്കെ കാച്ചി ശരിയാക്കി വെച്ചു. പിന്നെ ഇല ഞാൻ നേരത്തെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഗ്യാസ് വെച്ചിട്ട് തന്നെ വാട്ടിയെടുത്തു. പിന്നെ ഇനി ചോറ് പൊതിയാൻ നോക്കുകയാണ്. ചമ്മന്തി ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിരുന്നേര് വന്നപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഒക്കെ അതിലങ്ങനെ മുങ്ങിപ്പോയി. കുറച്ച് തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. ഒരു രസത്തിന് വെറുതെ അത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടാ. കുറച്ച് തേങ്ങയും കുറച്ച് മുളകും പൊടിയും വേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അങ്ങനെ വെച്ചു. അത് കണ്ട് പിന്നെ ഈ ക്യാബേജ് ഉപ്പേരിയും അത് പിന്നെ ഞാൻ മുട്ടക്കറി വേറെ പാത്രത്തിലാക്കി ആണ് ചെയ്തത്. ഇതിൽ ചാറുകറിയൊക്കെ ഇതിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തിലാക്കി. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ അമ്മയ്ക്കുള്ള ചോറ് വേഗം കൊടുത്തു. അപ്പം അമ്മ അത് കഴിച്ചുകൊണ്ടിരിക്കേണ്ടിനി. ഞാൻ പൊതിയൊക്കെ കെട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ അവിടെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കേണ്ടാവും. അപ്പം അമ്മേനെ വായൊക്കെ കഴുകിപ്പിച്ച് കെടുത്തണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കണം, പിന്നെ ഡ്രസ്സ് മാറണം, പോകണം. സമയമൊക്കെ ആയി. അപ്പം ഇനി ഞാൻ വേഗം രണ്ടുപേര് ചോറ് വേഗം വാരി കഴിച്ചിട്ട് പോകാൻ നോക്കട്ടെ. പിന്നെ അന്നത്തെ പൊതിച്ചോറ് അവർക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ടായാലും അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താണ്. ഓക്കേ.